ചേച്ചിയും കുടുംബവും നിൽക്കണ്ട. ശേഖരനും യാമിനിയും പിന്നെ ഇവർക്ക് പ്രിയപ്പെട്ടവരാണല്ലോ. അവർക്ക് എന്ത് വേണമെന്ന് അവർ തീരുമാനിക്കട്ടെ. എന്റെ പേരിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഇവർക്ക് കൊടുത്തേക്കാം. ഒരു വാടക വീട്ടിലേക്ക് ഞാൻ മാറിക്കോളാം. ചേച്ചി വാ, ദീപക് അവന്റെ ഭാര്യയും എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. ചതിച്ചോ ദൈവമേ, ഞാൻ കുഴിച്ച കുഴിയില് ഞാൻ തന്നെ വീണോ? ഇനി വഴിയാതാരാവോ ദൈവമേ? ചേച്ചി എന്താ ആലോചിച്ചിരിക്കുന്നേ? ഇറങ്ങാൻ നിക്ക് പ്രതാപ, ഞാനൊന്ന് പറയട്ടെ. ഇനി എന്ത് പറയാൻ? ഒന്നും പറയണ്ട, വാ ഇറങ്ങാൻ. നിക്ക് പ്രതാപ. നീ ഇന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ആളാ, മുൻ മന്ത്രിയാ. അതിന് വാടക വീടൊക്കെ അന്വേഷിച്ച് നടന്ന നാട് മുഴുവൻ അറിയും. ചാനലായ ചാനൽ മുഴുവൻ വാർത്തയോ ആവും. മുൻ ഭാര്യ വന്ന് മുൻ മന്ത്രി പ്രതാപ വർമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെന്നായിരിക്കും ഇനി ന്യൂസ് പരക്കാൻ പോകുന്നത്. എന്ത് ന്യൂസ് പറഞ്ഞാലും സൂര്യമംഗലത്ത് പത്മാവതി ഈ വീട്ടിൽ നിന്ന് പോവാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് പോവാൻ ചേച്ചി. എന്തിനാ ഇവരുടെ മുമ്പിൽ നാണം കണ്ട് ജീവിക്കുന്നത്? ചേച്ചി വന്ന്. നിന്നോടല്ലേ പറഞ്ഞു നിൽക്കാൻ? ഇവളിവിടെ നിക്കുന്നെങ്കിൽ നിക്കട്ടെ. എടാ, ജീവിതത്തിൽ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ പല വെല്ലുവിളികളും ഉണ്ടായെന്ന് വരും. നമ്മള് അതിനൊക്കെ നേരിട്ടേ പറ്റൂ. ഇവരുടെ മുന്നിൽ നാണം കെട്ടാലും നാട്ടുകാരുടെ മുന്നിൽ നാണം കെടണ്ടല്ലോ. ആരുടെ മുന്നിൽ നാണം കിടണ്ട. പ്രതാപവർമ്മയെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താൻ ഞാൻ കൂട്ടു നിൽക്കില്ല. ഞാൻ നിങ്ങളുടെ ശത്രുവാണെങ്കിലും എനിക്ക് നിങ്ങൾ ശത്രുവല്ല. എന്റെ അച്ഛന്റെ മാനസപുത്രനായിരുന്നു ഇദ്ദേഹം. അച്ഛൻ വരച്ചിട്ടതാണ് ഇദ്ദേഹത്തിന്റെ ചിത്രം എന്റെ മനസ്സിൽ.